ഹായ് മകളെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് ഇരിക്കുന്നു. എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? ഒക്കെ സെറ്റായിട്ടല്ലേ എല്ലാവരും ഇരിക്കുന്നത്? മിസ്സും അതേ ചായയൊക്കെ കുടിച്ചാണ് വന്നിരിക്കുന്നത്. ഇവിടെ പുറത്ത് നല്ല മഴയാണ്. മഴയൊക്കെ നനഞ്ഞിട്ടാണ് മിസ്സ് വന്നിരിക്കുന്നത്. കാരണം മിസ്സിന് അറിയാം മിസ്സിൻ്റെ കുട്ടികളിവിടെ ക്ലാസ് കേൾക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നുള്ളത്. അപ്പോൾ എല്ലാ കുഞ്ഞു മക്കളും 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ 8 ഒക്കെ എടുത്തു വെച്ചേടാ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അവരും ഇന്ന് പഠിക്കട്ടെ. അവരും മാർക്ക് മേടിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാര്യമല്ലേ. അപ്പോൾ വേഗം ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കാണുന്ന കുട്ടികൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ 8 ഡൈവേഴ്സ് ഓർഗാനിസം എന്ന് പറയുന്ന ചാപ്റ്ററിലെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വരുന്നിരിക്കുന്നത് 2 പാർട്ടായിരിക്കും കേട്ടോ. ആദ്യത്തെ പാർട്ടാണ് മിസ് എടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, നേരെ ചാപ്റ്ററിലേക്ക് കിടക്കാം. എന്താണ് ആൻഡയൺ? കേട്ടിട്ടുണ്ടോ ആൻഡയൺ എന്താന്നുള്ളത്? കേട്ട കുട്ടികളൊന്ന് തമ്പ് കാണിച്ചടാ. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഓക്കെ, നിങ്ങൾ ഈ പ്രാണിയൊക്കെ കണ്ടിട്ടില്ലേ? ആ പ്രാണിയിലെ ഒരു ഇനമാണ് എന്ത്, ഈ ആൻഡയൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ ലാർവേനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് ലാർവ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ജീവിയുടെ ഏറ്റവും കുഞ്ഞുവാവില്ലേ, നമുക്ക് ഇപ്പം നമ്മുടെ ഏറ്റവും ചെറിയ രൂപത്തിൽ നമ്മൾ കുഞ്ഞുവാവ, ബേബി എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ ഈ പ്രാണികളുടെ ഏറ്റവും ചെറിയൊരു ഫോമിനെ നമ്മൾ ലാർവ എന്നാണ് വിളിക്കുന്നത്. ഈ ആൻഡയൻ്റെ ലാർവയുടെ പേരാണ് കുഴിയാന. കുഴിയാന നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? കണ്ടിട്ടുണ്ടോ? ഈ മണ്ണിലേക്ക് ഇങ്ങനെ ഒരു കുഞ്ഞു തുളച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി ഒളിച്ചിരിക്കും. മിസ് ഇതുപോലെ പണ്ടൊക്കെ നിങ്ങളുടെയൊക്കെ പ്രായമുള്ള സമയത്ത് ഇങ്ങനെ കുഴിയാനയൊക്കെ ഉണ്ടാവും. വീടിൻ്റെ സൈഡിലൊക്കെ നിറയെ കുഴിയൊക്കെ ഉണ്ടാവും. അപ്പം മിസ് ഈ കുഴിയാനെ കാണാൻ വേണ്ടിയിട്ട് ഉറുമ്പിനെ പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലിടും. ഓക്കെ, ആ ഉറുമ്പിൻ്റെ ആ ഒരു പ്രസൻസ് കാണുമ്പോൾ കുഴിയാൻ എന്ത് ചെയ്യും? മണ്ണിനടിയിൽ ഇങ്ങനെ പടപടപടേന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് കയറി വരും. അങ്ങനെ എന്ത് ചെയ്യും? മിസ് ആ കുഴിയാനെ എടുത്ത് കയ്യിലൊക്കെ പിടിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആൻഡ് ലയൺ എന്ന് പറയുന്ന പേര് എന്തിനു വന്നത്? ഈ പറയുന്ന കുഴിയാനക്ക് വന്നത് കേട്ടോ. കുഴിയാന എന്ന് പറയുന്ന ലാർവ ഫോം ആണ്, അത് മറന്നു പോകരുത്. ഇതുകളുടെ ഭക്ഷണം എന്ന് പറയുന്ന ഉറുമ്പാണ്. അതായത് പലതരത്തിലുള്ള ഉറുമ്പുകളെ കഴിക്കലാണ് ആൻഡയൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പേര് വന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോകാം. ആൻഡയൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇനം ചിറകുള്ള പ്രാണിയാണ്. അതിൻ്റെ ലാർവയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കുഴിയാന എന്ന് വിളിക്കുന്നത് കേട്ടോ. ആൻഡ് ദേ മേക്ക് എ ഫണൽ ഷേപ്ഡ് പിറ്റ്സ് ഇൻ ദ സാൻഡ് ആൻഡ് ഈറ്റ് സ്മോൾ ഇൻസെക്ട് ലൈക്ക് ആൻഡ്. അതായത് ഞാൻ പറഞ്ഞിരുന്നു, അവരെന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫണൽ പോലെ ഈ മണ്ണിനുള്ളിലായിട്ട് എന്തുണ്ട്? ചെറിയ ചെറിയ തുളകൾ ഉണ്ടാക്കുന്നു, കുഴികൾ ഉണ്ടാക്കുന്നു. എന്നിട്ട് ഈ കുഴികളുടെ ഉള്ളിൽ മണ്ണിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കലാണ് ആരുടെ ജോലി? ഈ കുഴിയാനയുടെ, അതായത് ലാർവ ഫോമായ കുഴിയാനയുടെ ജോലി. എന്നിട്ട് എന്ത് ചെയ്യും? ഭക്ഷണത്തിനായിട്ട് ആ കുഴിയിൽ വന്നിട്ട് ഉറുമ്പ് എങ്ങാനും വന്ന് വീഴുകയാണെങ്കിൽ അപ്പോൾ ഈ കുഴിയാൻ എന്താണ്? പമ്മി 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 നേരെ വന്നിട്ട് ആ ഇൻസെക്റ്റിനെ അല്ലെങ്കിൽ ആ ഉറുമ്പിനെടുത്ത് കഴിക്കുന്നു. ഓക്കെ, അപ്പോൾ അവരുടെ ഭക്ഷണം എന്താണ്? ഉറുമ്പാണ്. ഓക്കെ, ഉറുമ്പിനെ പോലുള്ള ഉറുമ്പിൻ്റെ പലതരത്തിലുള്ള, അതായത് ഉറുമ്പുകളെ നമുക്കറിയാലോ, പലതരത്തിലുള്ള ഉറുമ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ പലതരത്തിലുള്ള ഉറുമ്പുകളാണ് നമ്മുടെ ഇതിൻ്റെ ഈ ലാർവയുടെ അല്ലെങ്കിൽ കുഴിയാനയുടെ ഭക്ഷണമായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, അവർക്ക് എന്ത് പേര് വന്ന്? ആൻഡ് ലയൺ എന്ന് പറയുന്ന പേരായിട്ട് വന്നു. ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേ? അപ്പോൾ അതാണ് കൊടുത്തിരിക്കുന്നത്. ഉറുമ്പിൻ്റെ ഭക്ഷണമാക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇംഗ്ലീഷിൽ അതിനെ കുഴിയാനകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആൻഡ് ലയൺ എന്ന് പറയുന്ന പേര് വരുന്നതിൻ്റെ റീസൺ ആയിട്ട് പറയുന്നത് കേട്ടോ. ഇനി ഈ പറയുന്ന കുഴിയാന, അതായത് ഈ ആൻഡയൻ്റെ ഏറ്റവും ചെറിയൊരു രൂപമാണ്, അതിൻ്റെ ലാർവേനെയാണ് നമ്മൾ കുഴിയാന എന്ന് പറയുന്നത്. ഈ കുഴിയാന ഈ ഭക്ഷണമൊക്കെ കഴിച്ച് ഇതിന് വലുതാവണ്ടേ, ആൻഡ് ലയൺ ആവണ്ടേ. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുന്നു? അവിടെയുള്ള ചെറു മൺതരിയൊക്കെ ഉണ്ടാവില്ല, ഈ മണ്ണിനടിക്കിടന്ന് ഈ മൺതരിയും കുഴിയാനയും കൂടി ഒരു റൗണ്ട് ബോൾ പോലത്തെ ഒരു ഷേപ്പിലാകുന്നു. അതായത് നമ്മൾ ഈ അവലോസുണ്ടയൊക്കെ കണ്ടിട്ടില്ലേടാ? അല്ലെങ്കിൽ എന്താണ് അവലോസുണ്ട അല്ലാതെ എന്താണ്? എള്ളുണ്ട അതിൻ്റെയൊക്കെ പോലെ എന്താണ് അതാകുന്നുണ്ട്. എന്തുകൂടി? മണ്ണും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടിയിട്ട്, നൂലുകളൊക്കെ കൂടി ചേർന്നിട്ട് ഈ കുഴിയാൻ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു ബോൾ പോലത്തെ ഉള്ളിൽ കുറേ നാൾ അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഇരുന്നിരുന്നാണ് അത് വലുതായിട്ടാണ് എന്തായിട്ട് മാറുന്നത്? ആൻഡ് ലയൺ എന്ന് പറയുന്ന ആ ഒരു വലിയ പ്രാണിയായിട്ട് മാറുന്നത്. ഓക്കെ ആണോ? അപ്പോൾ അതാണ് കൊടുത്തിരിക്കുന്ന ലാർവ മൺതരികളും നേർത്ത നൂലുകളും ഉപയോഗിച്ച് ഒരു കൂടുണ്ടാക്കി അതിനകത്ത് പ്യൂപ്പയായിട്ട് മാറുന്നു. എന്തായിട്ടാണ് മാറുന്നത്? പ്യൂപ്പയായിട്ട് മാറുന്നു. ആ പ്യൂപ്പയാണ് പിന്നീട് മാറ്റങ്ങൾ സംഭവിച്ചിട്ട് എന്തായിട്ട് ഈ പ്രാണി, അതായത് ആൻഡ് ലയൺ എന്ന് പറയുന്ന പ്രാണിയായിട്ട് മാറുന്നത്. ഓക്കെ ആണോടാ? ഓക്കെ ആണോ? അപ്പം മിസ് ഒരു പ്രാവശ്യം കൂടി പറയാം. അതായത് ആൻഡ് ലയൺ എന്ന് വെച്ചാൽ ഒരു പ്രാണിയാണ്, ചിറകുകളുള്ള ഒരു ചെറിയൊരു പ്രാണിയാണ്. ഇതിൻ്റെ കുഞ്ഞിനെ നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്? കുഴിയാന എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, എന്താണ്? കുഴിയാന എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഈ കുഴിയാന എന്ത് ചെയ്യുന്നുണ്ട്? മണ്ണിൽ ഈ പറയുന്ന മൺതരികളും അതുപോലെ തന്നെ നൂലുകളും ചേർത്തിട്ട് എന്താണ്? പ്യൂപ്പയായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, പ്യൂപ്പയായിട്ട് മാറുന്നു. ഈ പ്യൂപ്പയാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? ആ വലിയ ഈ ചിറകുകളുള്ള പ്രാണിയായിട്ട് മാറുന്നത്. അപ്പോൾ ആദ്യത്തെ കുഞ്ഞിനെ നമ്മൾ കുഴിയാന എന്ന് വിളിക്കുന്നു. പിന്നീട് അതായത് ലാർവേനെ, അതിനുശേഷം ആ ലാർവ എന്താവുന്നു? പ്യൂപ്പയാകുന്നു. പ്യൂപ്പയായതിനു ശേഷമാണ് ആൻഡ് ലയൺ എന്ന് പറയുന്ന ചിറകുകളുള്ള പ്രാണിയായി മാറുന്നത്. നമ്മുടെ കേസിലും അങ്ങനെയല്ലേ? നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഇതുപോലെയാണ് ഇരിക്കുന്നത്? അല്ല, ആദ്യം ബേബി ആയിരിക്കും അല്ലേ? അതിനുശേഷം എന്താണ്? പിന്നീടാണ് നമ്മൾ കുറച്ചും കൂടി കഴിയുമ്പോൾ ഒരു അഡോളസൻ, ടീനേജ്
ഓക്കെ, ടീനേജ് ആ ഒരു ഇതായിരിക്കും. പിന്നെ എന്താണ് അഡോളസെന്റ് ടീനേജ് കഴിഞ്ഞിട്ട് പിന്നെ യൂത്ത് ആകുന്നു, പിന്നെയാണ് ഓൾഡ് ഒക്കെ ആവുന്നത്. അപ്പോൾ ഓരോരോ ഘട്ടങ്ങളുണ്ട്. അതുപോലെ എല്ലാ ഓർഗാനിസത്തിനും എന്താണ് അവർ വളർന്നു വരുന്നതിന് ഓരോരോ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു വരുന്നത്. അപ്പോൾ ഈ പ്രാണികളുടെ അല്ലെങ്കിൽ ഇൻസെക്റ്റിൻ്റെ ഒക്കെ ചെറിയ ആ ഒരു ജീവിതകാലത്തിൽ നമ്മൾ ലാർവ എന്നാണ് പറയുന്നത്. പിന്നീട് അത് വലുതാകുമ്പോൾ പ്യൂപ്പ എന്ന് പറയുന്നുണ്ട്. പിന്നീടാണ് ആ ഒരു ഇൻസെക്റ്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ, സെറ്റ് അല്ലേടാ? ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് മെറ്റാമോർഫോസിസ് അല്ലെങ്കിൽ രൂപാന്തരണം. അതായത് ചില ജീവികൾ മുട്ട വിരിഞ്ഞുണ്ടാവുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ മാതൃജീവിയോട് സാദൃശ്യം കാണില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ചിത്രശലഭത്തിൻ്റെ കുഞ്ഞിനെ കണ്ടിട്ടുണ്ടോ? ചിത്രശലഭം എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് കണ്ടിട്ടുണ്ടോ? അതായത് ചിത്രശലഭം, അതായത് നമ്മൾ ചില ഇലകളിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇങ്ങനെ പുഴുക്കൾ കാണാൻ സാധിക്കും, പുഴു. ഓക്കെ, ആ പുഴുവാണ് എന്ത് പിന്നീട് ചിത്രശലഭമായിട്ട് മാറുന്നത്. ഈ പുഴുവും ചിത്രശലഭം നോക്കിക്കഴിഞ്ഞാൽ യാതൊരു സാദൃശ്യം ഉണ്ടാകില്ല. ഓക്കെ, ഈ പുഴു മാറിയിട്ടാണ് ചിത്രശലഭമാകുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. പക്ഷെ അതാണ്, അതായത് മാതൃജീവിയോട് സാദൃശ്യമില്ലാത്ത കുഞ്ഞുങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. പിന്നീട് അത് മുട്ട വിരിഞ്ഞ് ലാർവയിലൂടെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് മാതൃജീവിയോട് സാദൃശ്യമുള്ള ആ രൂപമായി മാറുന്നത്. ഓക്കെ, ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? മെറ്റാമോർഫോസിസ് അല്ലെങ്കിൽ രൂപാന്തരണം എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? സെറ്റാണോ? അതായത് ഇപ്പോൾ അതായത് എൻ്റെ കുട്ടിയാണെങ്കിൽ അതായത് മനുഷ്യക്കൊച്ചാന്ന് പറയും അല്ലേ. ഇനി തവളയുടെ വേണ്ട കേട്ടോ, തവളയുടെയും കേസ് അങ്ങനെയാണ്. തവളയുടെ വാൽമാക്രിയിൽ പറയുന്നത്, അതായത് മിസ്സൊക്കെ ചെറുപ്പത്തിൽ ഈ കുളത്തിലൊക്കെ കളിക്കാൻ പോകുമ്പോൾ, കുളത്തിലല്ല പാടത്തൊക്കെ കളിക്കാൻ പോകുമ്പോൾ, തോട്ടിലൊക്കെ കളിക്കാൻ പോകുമ്പോൾ നിറയെ വാൽമാക്രികൾ ഉണ്ടാവും കേട്ടോ. ഈ വാൽമാക്രികൾ മിസ് എന്ത് ചെയ്യുന്ന ഒരു പാത്രത്തിലൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ആ വീട്ടിലൊരു കുളമുണ്ട് അല്ലെങ്കിൽ ഒരു കിണറുണ്ട്, ആ കിണറിൽ കൊണ്ടുപോയിടും. കുറച്ച് ദിവസം കഴിയുമ്പോൾ മാക്രോ എന്ന് ശബ്ദം കേൾക്കുമ്പോഴാണ് മിസ്സിന് മനസ്സിലായത് മിസ്സ് പിടിച്ചുകൊണ്ടെന്ന് ആ മീനില്ലടാ അത് തവളയുടെ കൊച്ചാണെന്നുള്ളത്. ഓക്കെ, പക്ഷെ തവളയായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അതായത് തവളേനെ കുട്ടിയാകുമ്പോൾ തവളേനെ പോലെ തന്നെ ഇരിക്കണ്ടേ, പക്ഷെ തവളയെ പോലെ അല്ലേ ഇരിക്കുന്നത്. അങ്ങനെയുള്ളവരെയാണ് എന്ത് മെറ്റാമോർഫോസിസ്. അതായത് മാതൃജീവിയോട് സാദൃശ്യം ഉണ്ടാവില്ല അവരുടെ കുഞ്ഞുങ്ങൾക്ക്. പിന്നീട് എന്താണ്, ഒരുപാട് മാറ്റങ്ങളിലൂടെയാണ് മാതൃജീവിയോട് സാദൃശ്യമുള്ളതായിട്ട് മാറുന്നത്. അത്തരത്തിലുള്ള ആ ഒരു മാറ്റത്തിനെയാണ് മെറ്റാമോർഫോസിസ് അല്ലെങ്കിൽ രൂപാന്തരണം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സെറ്റാണോ? സെറ്റായവരൊന്ന് തമ്പിട്ടേ. ഓക്കെ, സെറ്റല്ലേ? ഓക്കെ, അതായത് ഇപ്പൊ മനുഷ്യക്കുട്ടി, ഇപ്പൊ എൻ്റെ കുട്ടിയാണെങ്കിൽ മനുഷ്യക്കുട്ടി എന്ന് പറയും, പട്ടിയുടെ കുട്ടീനെ പട്ടിക്കുട്ടി എന്ന് പറയും, ആടിൻ്റെ കുട്ടീനെ ആട്ടിൻകുട്ടി എന്ന് പറയും. പക്ഷേ തവളയുടെ കുട്ടീനെ കണ്ടാൽ തവളക്കുട്ടി എന്ന് പറയാൻ തോന്നില്ല, കാര്യം തവളയുടെ പോലെ അല്ലടാ. അതുപോലെ തന്നെ ഇൻസെക്റ്റിന്റെ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ഇൻസെക്റ്റിന്റെ കുട്ടികളെ പോലെ, അതായത് അതേ മാതാവിന്റെ അല്ലെങ്കിൽ മാതൃജീവിയുടെ സാദൃശ്യം ഉണ്ടാവില്ല. ഓക്കെ, അതുപോലെ തന്നെ ബട്ടർഫ്ലൈയുടെ കൊച്ചു ബട്ടർഫ്ലൈനെ പോലെ കുഞ്ഞു ബട്ടർഫ്ലൈ അല്ല, മറിച്ച് എന്താ, പുഴുവാണ്. ഓക്കെ, നമുക്കത് എന്താണ്, മാതൃജീവിയോട് യാതൊരു സാദൃശ്യം ഇല്ല. ആ സാദൃശ്യമില്ലാത്തത് ഇങ്ങനെ പല ഘട്ടങ്ങളിലൂടെ മാറിപ്പോയി മാതൃജീവിയോട് സാദൃശ്യം വരുന്ന ആ ഒരു വളർച്ചയിൽ ഉണ്ടാകുന്ന ആ മാറ്റത്തിനെയാണ് മെറ്റാമോർഫോസിസ് അല്ലെങ്കിൽ രൂപാന്തരണം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സെറ്റല്ലേ? അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. കാരണം ഇത് സാധാരണയായിട്ട് മെറ്റാമോർഫോസിസിൻ്റെ ഡെഫിനേഷൻ ചോദിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ കുഞ്ഞുമക്കൾ എന്ത് ചെയ്യുക, ഇത് പഠിച്ചു വയ്ക്കുക കേട്ടോ. സെറ്റല്ലേ? ഇനി അടുത്തത് ലൈഫ് സൈക്കിളാണ്. പാറ്റയുടെ ജീവിത വൃത്തമാണ് പറയുന്നത്. പാറ്റ ഫസ്റ്റ് മുട്ടയിടുന്നു, കണ്ടോ, ഇതാണ് എഗ്ഗ്. ഓക്കെ, മുട്ട ഇതിടുന്നു. ഓക്കെ, നിങ്ങൾ ഈ അലമാരയൊക്കെ വൃത്തിയാക്കി വെച്ചില്ലെങ്കിൽ ഈ അലമാരയുടെ ഉള്ളിൽ ഒരു ബ്ലാക്ക് കളർ ഇതുപോലത്തെ ഒരു സാധനം കാണാൻ പറ്റും. നമ്മൾ വിചാരിക്കുന്നത് എന്ത് സാധനം ഒന്ന് ഇത് കളയും, പക്ഷെ അതെന്താടാ, ക്രോക്രോച്ചിൻ്റെ അല്ലെങ്കിൽ പാറ്റയുടെ മുട്ടയാണ്. ഓക്കെ, ആ മുട്ട എന്ത് ചെയ്യുന്നുണ്ട്, പിന്നീട് ഇതുപോലത്തെ ഒരു കുഞ്ഞു പ്രാണി, പാറ്റേനെ പോലെ അല്ല, ഏകദേശം ഒരു കുഞ്ഞു പ്രാണിയുടെ ലുക്കിലേക്കായിട്ട് മാറുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് നിംഫ് എന്ന് പറയുന്നത്. കണ്ടോ, മുട്ട വിരിഞ്ഞിട്ട് എന്താണ്, പാറ്റയുടെ രൂപത്തിലേക്ക് എത്തിയിട്ടില്ല, പക്ഷെ ഏകദേശം ഒരു ഇൻസെക്റ്റിന്റെ രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനെ, അതായത് പാറ്റയുടെ ആ മുട്ട വിരിഞ്ഞുണ്ടാവുന്ന ആ കുട്ടീനെ വിളിക്കുന്ന പേരെന്താണ്? ലിംഫ് എന്നാണ്. എന്താണ്? ലിംഫ് അല്ല കേട്ടോ, നിംഫാണ്. NYMPH, നിംഫ് എന്നാണ് പറയുന്നത്. മലയാളം മീഡിയം സെയിം അത് തന്നെയാണ് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ ഒരുപാട് പിന്നീട് ഇങ്ങനെ മാറിയാണ് പിന്നീട് എന്താവുന്നത്, പൂർണ്ണ വളർച്ച എത്തിയ ക്രോക്രോച്ച് ആയിട്ട് അല്ലെങ്കിൽ പാറ്റയായിട്ട് മാറുന്നത്. ഓക്കെ, ഇനി ഈ പറയുന്ന നിംഫ് പൂർണ്ണ വളർച്ച എത്തി അല്ലെങ്കിൽ ഫുൾ ഗ്രോൺ ക്രോക്രോച്ച് ആയിട്ട് മാറുന്നതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പ്രാവശ്യം അവരുടെ തോല്, അവരുടെ ഷെൽസ് എന്ത് ചെയ്യുന്നുണ്ട്, പൊളിച്ചു മാറ്റുന്നുണ്ട്. ഈ പാമ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, പാമ്പ് ഇടക്ക് പടമൂരുന്നു എന്നൊക്കെ പറയില്ല. അതായത് അവരുടെ ഈ പറയുന്ന ആ പുറത്തുള്ള ഭാഗങ്ങൾ അവരിങ്ങനെ ഉലിഞ്ഞു കളയും അല്ലെങ്കിൽ ഷെഡ് ചെയ്ത് കളയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെയാണ് പാറ്റയും ചെയ്യുന്നത്. പാറ്റ ഈ പറയുന്ന നിംഫിൽ നിന്ന് വലിയൊരു ക്രോക്രോച്ച് ഓക്കെ അല്ലെങ്കിൽ പാറ്റയായിട്ട് മാറാൻ വേണ്ടിയിട്ട് അവരുടെ ഈ പറയുന്ന ആ ഒരു പുറത്തെ ആ ഒരു ഷെല്ലുകൾ എപ്പോഴെപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ക്രോക്രോച്ച് ഈ ഒരു രൂപത്തിലേക്ക് ആവുന്നത്. സെറ്റ് അല്ലേടാ? അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, എഗ്ഗ്. ഓക്കെ, മിസ് കളർ മാറ്റാം. എഗ്ഗ്. എന്ത് കളർ വേണം നമുക്ക്? വൈറ്റ് എടുക്കാം അല്ലേ? മിസ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ വൈറ്റ് ആണ്. ഉണ്ടോ? എഗ്ഗ് പിന്നീട് എന്തായിട്ട് മാറുന്നു, നിംഫായിട്ട് മാറുന്നു.
നിംഫ് പിന്നെന്താണ് കുറേ മാറ്റങ്ങളിലൂടെ അവരുടെ ബോഡിയിലെ കാര്യങ്ങളൊക്കെ മാറ്റി പിന്നെയാണ് ഫുള്ളായിട്ട് വളർന്നിട്ടുള്ള എന്താവുന്നത്, ഫുൾ ഗ്രോൺ ആയിട്ടുള്ള എന്തായിട്ട് ക്രോച്ച് ആയിട്ട് അല്ലെങ്കിൽ പാറ്റയായിട്ട് മാറുന്നത്, ക്രോച്ച് അല്ലെങ്കിൽ പാറ്റയായിട്ട് മാറുന്നത്. ഓക്കെ അല്ലേടാ? എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു, ആ ക്രോച്ച് മുട്ടയിടുന്നു, വീണ്ടും നിംഫാവുന്നു, വീണ്ടും എന്താണ് അടുത്ത പാറ്റ ഉണ്ടാവുന്നത്. ഇതുപോലെ ഇങ്ങനെ സർക്കിൾ അല്ലെങ്കിൽ ഈ സൈക്കിൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ അല്ലേ? ഓ മിസ് അതിൻ്റെ മീതൊക്കെ ഇരുന്നിട്ടാണ് പറഞ്ഞത്. കണ്ടാ എഗ് എന്ത് ചെയ്യുന്നുണ്ട്, നിംഫായിട്ട് മാറുന്നു, നിംഫ് പിന്നീട് ക്രോച്ച് ആയിട്ട് മാറുന്നു. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആ ഒരു ഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്തത് അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. പാറ്റയുടെ കുട്ടീനെ ദേ ആർ കോൾഡ് നിംഫ് എന്നാണ് പറയുന്നത്. നിംഫ് ഗോസ് ത്രൂ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ബിക്കം എ ഫുള്ളി ഗ്രോൺ ക്രോച്ച്. ഓൾറെഡി മിസ് പറഞ്ഞതാണ്, ഈ നിംഫ് എന്താണ് വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ട് പൂർണ്ണ വളർച്ചയെത്തിയ ജീവിയായി മാറുന്നുണ്ട്. ഇതിനിടയിൽ എന്താണ് പലതവണ ഡ്യൂറിങ് ദീസ് സ്റ്റേജ് ദ ലിംഫ് ഷെഡ് ഇറ്റ്സ് ഔട്ടർ ഷെൽ മെനി ടൈംസ്. അതായത് ഇതിനിടെ പലതവണ എന്താണ് അതിൻ്റെ പുറംചട്ട പൊഴിച്ചു കളയുന്നുണ്ട്. ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, അതായത് ആ നിംഫ് നല്ല വലിയ അടിപൊളി ക്രോച്ച് ആയിട്ട് മാറുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഘട്ടങ്ങളിലൂടെ പോകുന്നുണ്ട്. അതിനിടയ്ക്ക് എന്താണ് പലതവണ അതിൻ്റെ പുറംചട്ട പൊഴിച്ചു കളയുന്നുണ്ട്. അതിപ്പോൾ ഈ പാറ്റയുടെ കേസ് മാത്രമല്ല, പാമ്പൊക്കെ അങ്ങനെ തന്നെയാണ്. അവർ വലിയൊരു പാമ്പായിട്ട് മാറുന്നതിന് മുമ്പ് പല പ്രാവശ്യം അവരുടെ പുറംചട്ട എന്ത് ചെയ്യുന്നുണ്ട്, പൊഴിച്ച് കളഞ്ഞ് അല്ലെങ്കിൽ ഷെഡ് ഓഫ് ചെയ്തിട്ട് മാറ്റുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി പ്രാണികളുടെ മുട്ട വിരിഞ്ഞ് പുഴുക്കൾ ചിലപ്പോൾ ഇലകളിലോ അല്ലെങ്കിൽ സസ്യഭാഗങ്ങളിലോ ഒക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ പുഴുക്കളുടെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രാണികളുടെയൊക്കെ ഭക്ഷണം എന്ന് പറയുന്നത് എന്താണ്, ഈ സസ്യങ്ങളുടെ ഭാഗങ്ങളും അതുപോലെ തന്നെ ഇലകളോട് അവരത് കഴിച്ചിട്ടാണ് വലുതാവുന്നത്. പക്ഷേ ഇതെന്താണ്, കൃഷിയെ ഭയങ്കര ദോഷകരമായി ബാധിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു തക്കാളി കൃഷി അങ്ങ് നടത്തിയെന്ന് അങ്ങ് വിചാരിക്കുക. അതിൽ വന്നിട്ട് അതിൻ്റെ ഇലയിൽ വന്നിട്ട് ഇതാണ് ഇല എന്ന് ഞാൻ വിചാരിച്ചോ? ഓക്കെ, വേണ്ട, മിസ്സിന് വരയ്ക്കാൻ അത്ര കാര്യമായിട്ട് അറിയില്ല. ഇത് ഇലയായിട്ട് കരുതിക്കോ. ഇത് ഇലയായിട്ട് തോന്നിയില്ലടാ. ഈ ഇലയിൽ വന്നിട്ട് കണ്ടോ, ഈ ഇലയിൽ വന്നിട്ട് ഒരു പുഴു ഇവിടെ ഇരുന്നു. ഓക്കെ, ഒരു പുഴു, അതായത് അതിൻ്റെ മുട്ട വന്നിട്ട് അത് പിന്നീട് ലാർവയായിട്ട് മാറി. ആ ലാർവയാണ് പുഴു എന്ന് പറയുന്നത്. ഈ പുഴു എന്ത് ചെയ്ത് ഇതിന് വളരണ്ടേ, ഇതിന് വളർന്ന് ബട്ടർഫ്ലൈ ആയി മാറണം. അതിനായിട്ട് എന്ത് ചെയ്യും, ഈ പുഴു ഈ പറഞ്ഞ ഇലയിൽ എന്ത് ചെയ്യുന്നു, ഭക്ഷണമാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഭാഗത്ത് എന്താണ്, നിറയെ കുത്തു നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇലകളിൽ നിറയെ കുഞ്ഞു തുളകൾ വന്ന് കണ്ടിട്ടില്ലേ? അതെന്താണ്, ഈ പുഴു അല്ലെങ്കിൽ ഈ ലാർവ വളർന്ന് വലുതാകാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണം എന്താണ്, ആ ഇലകളിൽ നിന്നിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇലയിൽ നിറയെ കുത്തു കാണുന്നത്. ഇനി ഈ പറഞ്ഞ ഈ ലാർവ വലുതായി പുഴുവായിട്ട് നീങ്ങി സസ്യഭാഗങ്ങളിൽ അല്ലെങ്കിൽ അതിൻ്റെ കാണ്ഡത്തിൽ അല്ലെങ്കിൽ സ്റ്റെംസിലൊക്കെ വന്നിരിക്കുമ്പോൾ സ്റ്റെംസും എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ ഭക്ഷണമാക്കുന്നുണ്ട്. അതുവഴി എന്താണ്, ആ ചെടി അങ്ങ് നശിച്ചു പോകും. ആക്ച്വലി എന്താണ്, ഈ പറഞ്ഞ പുഴുവിന് വളരാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ചിത്രശല പോയിട്ട് മാറാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പ്രാണികൾക്ക് വലുതാവാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ സമ്മതിച്ചു. പക്ഷെ ഞാനല്ലേടാ കൃഷി ചെയ്യുന്നത്, അപ്പോൾ എനിക്കിത് നഷ്ടമല്ലേ? ഓക്കെ, അപ്പോൾ എന്താണ്, പല സമയത്ത് എന്താണ് പലതും കൃഷിയെ ദോഷകരമായി ബാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുഴുക്കളെയും കീടങ്ങളെയും അകറ്റി നിർത്താനായിട്ട് എന്താണ് നമ്മുടെ കർഷകർ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് അവരുടെ കൃഷിയല്ല വലുത്. കൃഷി നശിച്ചു പോയി കഴിഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന വീട്ടിലേക്ക് ഉള്ള ഭക്ഷണവും അതുപോലെ വീട്ടിലേക്കുള്ള പൈസയും കാര്യങ്ങളൊക്കെ ഇല്ലാതെയും അവരുടെ ജീവിത മാർഗ്ഗമാണ് കൃഷി. അപ്പോൾ അതില്ലാതായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന കീടങ്ങളെയും അതുപോലെ തന്നെ ഈ പുഴുക്കളെയും പ്രാണികളെയൊക്കെ മാറ്റാനായിട്ട് അവർ പെസ്റ്റിസൈഡ്സ് പോലുള്ള കെമിക്കൽസ് ഉപയോഗിക്കും. അതല്ലാതെ വേറെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കും കേട്ടോ. പ്രകൃതിദത്തമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് കർഷകർക്ക് വിളകൾക്ക് ദോഷം വരുന്ന കീടങ്ങൾ ഏതൊക്കെയാണ്, പെസ്റ്റുകൾ ഏതൊക്കെയാണ്, അതായത് ഹാം എന്ന് വെച്ചാൽ ദോഷകരം കേട്ടോ. ഫാർമേഴ്സിന് ദോഷമായിട്ടുള്ള അല്ലെ കാർഷിക വിളകൾക്ക് ദോഷമായിട്ടുള്ള, ക്രോപ്സിന് ദോഷമായിട്ടുള്ള പ്രാണികൾ, കീടങ്ങൾ ഏതൊക്കെയാണെന്ന് കേട്ടോ. തവിട്ടു ചെടിപ്പുഴു കേട്ടോ. ഓക്കെ, ബ്രൗൺ പ്ലാൻ ഹോപ്പർ, ഇനി അതുപോലെ യെല്ലോ സ്റ്റെം ബോറർ, അതായത് മഞ്ഞ തണ്ടുതുരപ്പ് പുഴു, പിന്നെ അതുപോലെ ഇല ചുരുട്ടിപ്പുഴു. ഓക്കെ, ലീഫ് ഫോൾഡറൊക്കെ, ഇതൊക്കെയാണ് എന്താ നമ്മുടെ കർഷകർക്കും അതുപോലെ തന്നെ വിളകൾക്കും ദോഷമായിട്ടുള്ള കീടങ്ങൾ അല്ലെങ്കിൽ പെസ്റ്റ് എന്ന് പറയുന്നത്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം, ചിലപ്പോൾ എക്സാമ്പിൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഏതൊക്കെ പ്രാണികളാണ് അല്ലെങ്കിൽ ഏതൊക്കെ പെസ്റ്റുകളാണ് അല്ലെങ്കിൽ ഏതൊക്കെ കീടങ്ങളാണ് എന്താ നമ്മുടെ കർഷകർക്ക് ദോഷമായി വരുന്നത്, അല്ലെങ്കിൽ എന്താണ് ക്രോപ്സിനെ അല്ലെങ്കിൽ കാർഷിക വിളകൾക്ക് ദോഷമായി വരുന്ന കീടങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ ക്വസ്റ്റ്യൻ കാണാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ എക്സാമ്പിൾ പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നമ്മളെപ്പോഴും ചില വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഈ ധാന്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കുമ്പോൾ അല്പം സുഗന്ധ വ്യഞ്ജനങ്ങൾ ഇടാറുണ്ട്. ഓക്കെ, സ്പൈസസ് ഇടാറുണ്ട്. എന്തിനാണ് അത് ഇടുന്നതെന്നാണ് ചോദിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ കീടങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനായിട്ട് ചില ചെടികൾ, അതായത് സ്പൈസ് ഉണ്ടാവുന്ന ചെടികളില്ലേടാ, കറുവപ്പട്ട, ഗ്രാമ്പൂ, അങ്ങനെയുള്ള ചെടികൾ, ഈ ചെടികൾ ചില ഈ പ്രാണികളിൽ നിന്നാണെങ്കിൽ കീടങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് സ്വന്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചില കെമിക്കൽ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവയാണ് സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സാധനം കൊണ്ട് ധാന്യങ്ങളിൽ
ഇട്ടാലും എന്താണ് അവിടെ പെസ്റ്റുകൾ വരില്ല. ഓക്കെ മിസ് ഒരു പ്രാവശ്യം കൂടി പറയാം. അതായത് ചില പ്ലാന്റുകൾ, അതായത് സുഗന്ധവ്യഞ്ജനങ്ങളുടെ കൂട്ടത്തിൽ പെടുന്ന ആ പ്ലാന്റുകൾക്ക് എന്താണ് കീടങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്വയം അതിനെ മാറ്റാനുള്ള കഴിവുണ്ട്. അവർ സം കെമിക്കൽസ് അവരുടെ ബോഡിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ കർഷകർക്ക് എന്താണ് വേറെ പെസ്റ്റിസൈഡ്സ് ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. എന്താണ് ആ പ്ലാന്റ്സ് തന്നെ എന്താണ് അവരുടെ ബോഡിയിൽ നിന്ന് സം കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ അപ്പൊ അത്തരം മരങ്ങളെയാണ് നമ്മൾ സുഗന്ധവ്യഞ്ജനങ്ങൾ ആ ഒരു ടീമിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഗ്രാമ്പൂ ആയിക്കോട്ടെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്താണ് ഈ പെസ്റ്റുകളെ മാറ്റി നിർത്താനുള്ള കഴിവുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഈ സുഗന്ധവ്യഞ്ജനങ്ങൾ നമ്മൾ ഏതെങ്കിലും അരി സൂക്ഷിച്ചു വെക്കുമ്പോഴോ ഗോതമ്പ് സൂക്ഷിച്ചു വെക്കുമ്പോഴോ അല്ലെ എന്ത് സൂക്ഷിച്ചു വെക്കുന്നതിലും അതിൻ്റെ ഉള്ളിൽ ഒരു സുഗന്ധവ്യഞ്ജനം അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്പൈസസ് കൊണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് കീടങ്ങൾ വരില്ല, അല്ലെങ്കിൽ പെസ്റ്റുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന കീടങ്ങൾ, പ്രാണികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കുമ്പോൾ അല്പം സുഗന്ധവ്യഞ്ജനങ്ങൾ ഇടുന്നത്. ഓക്കെ അല്ലേടാ, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇതും സാധാരണയായിട്ട് ചോദിക്കാറുണ്ട്, ഒരു 3 മാർക്സ് അല്ലെങ്കിൽ 2 മാർക്സിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ, അണ്ടർലൈൻ ചെയ്തേക്കാം. ഇനി ഇതൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇതാണ് പുഴുക്കൾ. ഈ പുഴുക്കൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തൊടാൻ എന്തോ പോലെ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഈ പുഴുക്കൾ വലുതാവുന്നതാണ് എന്താ ചിത്രശലഭം എന്ന് പറയുന്നത്. ചിത്രശലഭത്തിനൊന്നും പിടിക്കാൻ നമുക്ക് പ്രശ്നമില്ല, നമുക്കത് ഇഷ്ടമുള്ള കാര്യം. കാരണം എന്ത് ഭംഗിയാണ് ചിത്രശലഭത്തിന് കാണാൻ അല്ലേ. നമ്മൾ നല്ല പലതരത്തിലുള്ള കളറുകളുണ്ട്, അല്ലെങ്കിൽ കളർ ഇല്ലാത്ത ടൈപ്പൊക്കെ ഉണ്ട്. ഇതിനൊക്കെ നമുക്ക് ഇഷ്ടമാണ്. നമ്മുടെ ഗാർഡനൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഈ പറയുന്ന ചിത്രശലഭമൊക്കെ ഓടി നടന്നു കഴിയുമ്പോൾ നമുക്കൊരു ഇഷ്ടമാണ് അല്ലേ. നമ്മുടെ ഗാർഡനിൽ ചിത്രശലഭം വന്നു, പൂമ്പാറ്റ വന്നു, ബട്ടർഫ്ലൈ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരു ഹാപ്പിനെസ് ആയിരിക്കുള്ളൂ. ഓക്കെ അപ്പോൾ നമ്മുടെ എന്താണ് ആവാസ വ്യവസ്ഥയുടെ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി പുഴുക്കളുടെ പ്രാധാന്യം നമ്മൾ പറയുന്നു. പുഴു ഒന്നും അത്ര ആവശ്യമില്ല എന്ന് പറയുന്നു, പക്ഷെ അതിനൊരു പ്രാധാന്യമുണ്ട്. അതിനെക്കുറിച്ചിട്ട് ജസ്റ്റ് ഒരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ തന്നെ പറ, എന്താണ് പുഴുക്കളുടെ ആവശ്യം? എന്തുകൊണ്ടായിരിക്കും? എടാ പുഴു വലുതാവുന്നതാണ് ചിത്രശലഭം എന്ന് പറയുന്നത്. അപ്പോൾ ആ ചിത്രശലഭം എന്ത് ചെയ്യുന്നുണ്ട്, പോളിനേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പരാഗണത്തിന് വേണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ട് ഇല്ലേ. അതായത് ഒരു പൂമ്പൊടി അപ്പുറത്തെ, അതായത് പോളൻ ഗ്രെയിൻസ് ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് എത്തിക്കാനായിട്ട് പൂമ്പാറ്റകൾ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. ഈ പൂമ്പാറ്റ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം, ഈ പുഴു വലുതായിട്ട് വേണം പൂമ്പാറ്റ ഉണ്ടാവാനായിട്ട്. അപ്പോൾ പുഴുക്കൾ വേണ്ടേടാ, പുഴുക്കൾ കറക്റ്റായിട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് പോളിനേഷൻ നടന്നിട്ട് നമ്മുടെ പ്ലാന്റ്സിൽ ഫ്ലവർ ഉണ്ടാവുള്ളൂ. ആ ഫ്ലവർ ഉണ്ടായാൽ മാത്രമാണ് അത് ഫ്രൂട്ട്സ് ആയിട്ടും വെജിറ്റബിൾസ് ആയിട്ടും മാറുള്ളൂ. ഓക്കെ അപ്പോൾ അതൊക്കെ ഒരു പോയിന്റ് ആണ്. നമുക്ക് എന്തൊക്കെ പോയിന്റ് ആണെന്ന് നോക്കാം. ഫസ്റ്റ്, ഇൻസെക്ട് പ്ലേ എ മേജർ റോൾ ഇൻ ദ കീപ്പിംഗ് ഇൻ ബാലൻസിങ് ദ എക്കോസിസ്റ്റം. അതായത് ആവാസ വ്യവസ്ഥയിലെ ഈ പറയുന്ന സന്തുലിതാവസ്ഥ നിലനിർത്താനായിട്ട് പുഴുക്കൾ വലിയ പങ്കാണ് വഹിക്കുന്നത്. ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ജീവികളും ഭക്ഷണ അവശിഷ്ടങ്ങളും തിന്നുന്ന പരിസരം വൃത്തിയാക്കുന്നുണ്ട്. അതായത് ജീവികളെയും ഭക്ഷണ അവശിഷ്ടങ്ങളെയും തിന്നിട്ട് നമ്മുടെ പരിസരം എന്താണ് ശുദ്ധിയാക്കി തരുന്നത് ആരാണ്? നമ്മുടെ പുഴുക്കളാണ്. നമ്മളിതൊന്നും അറിയാറുണ്ടാടാ. പുഴുക്കളാണ് നമ്മുടെ പരിസരമൊക്കെ കറക്റ്റായിട്ട് വൃത്തിയാക്കി തരുന്നത് കേട്ടോ. ഇതേപോലെ പുഴുക്കളെ ആഹാരമാക്കി ജീവിക്കുന്ന ഒരുപാട് ജീവജാലങ്ങളുണ്ട്. പുഴുക്കൾ നശിച്ചു പോകുന്നതിലൂടെ എന്താണ് അവർക്ക് ആഹാരമില്ലാതെ ആ ജീവജാലങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഭൂമിയിൽ നിന്ന് മാഞ്ഞു പോകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് പുഴുക്കൾ ആവശ്യമാണ്. ഇനി പുഴുക്കളിൽ നിന്നിട്ടാണ് പ്രാണികൾ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ചിത്രശലഭങ്ങൾ ഉണ്ടാവുന്നത്. അതുവഴി എന്താണ് പല പൂക്കളിലും പരാഗണം അല്ലെങ്കിൽ പോളിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നുണ്ട്. ആ പോളിനേഷൻ നടന്നാൽ മാത്രമാണ് ആ പ്ലാന്റിൽ ഫ്ലവർ ഉണ്ടാവുകയുള്ളൂ. ഫ്ലവർ വലുതായിട്ട് ഫ്രൂട്ട്സ് ആയിട്ട് മാറുകയുള്ളൂ. ഫ്രൂട്ട്സ് വലുതായി അല്ലെങ്കിൽ വെജിറ്റബിൾസ് ആയിട്ട് മാറുകയുള്ളൂ. അതാണ് നമ്മുടെ ഭക്ഷണം. ഓക്കെ നമുക്ക് ഭക്ഷണം കിട്ടണമെങ്കിൽ വരെ എന്താണ് ഈ ലോകത്ത് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഈ പറയുന്ന പുഴുക്കൾ ഉണ്ടാകണം. ഓക്കെ അപ്പം മനസ്സിലായോ എന്തുകൊണ്ടാണ് പുഴുക്കൾ എന്ന് പറയുന്ന ചെറിയ സാധനമായിട്ട് നമ്മൾ കാണരുത്. മറിച്ച് എന്താണ് നമ്മുടെ ഈ പറയുന്ന എക്കോസിസ്റ്റത്തിൻ്റെ തന്നെ ബാലൻസ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? പുഴുക്കൾക്കുണ്ട്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്തേക്ക്. ഒരു 4 പോയിന്റ് പഠിച്ചു വെച്ചാൽ കേട്ടോ. ഓക്കെ 4 പോയിന്റ് ഉള്ളൂ അല്ലേ, അങ്ങനെയാണ് 3 പോയിന്റ് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ സെറ്റ് അല്ലേ. ഇതും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതും 3 മാർക്സ്. ഓക്കെ 3 മാർക്സിന് ചോദിക്കും. ഓക്കെ ഇനി അടുത്തത്, സ്മോൾ ഇൻസെക്ട് ആസ് എ ഫുഡ്. ചെറുപ്രാണികൾ ഭക്ഷണത്തിൽ. ഓക്കെ അതും ചെറുപ്രാണികളെ ഭക്ഷണത്തിനായിട്ട്. ഓക്കെ അതില്ല കേട്ടോ, അതില്ല. ഓക്കെ ഇനി ലോകത്തിന്റെ പല പ്രദേശങ്ങളും ജനങ്ങൾ പുൽച്ചാടി, അതുപോലെ തന്നെ പുഴു, വണ്ട്, തേള്, ഉറുമ്പ് തുടങ്ങിയ പ്രാണികളെ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ ഹെഡിങ് ആണ് കേട്ടോ. ഓക്കെ മനസ്സിലായി. ഓക്കെ സ്മോൾ ഇൻസെക്ട് ആസ് എ ഫുഡ്. അതായത് നിങ്ങൾ എന്താണ് എവിടെയാണ് പറയാ, മലേഷ്യയിലല്ലെന്ന് തോന്നുന്നു. എവിടെയാണ് സാറേ? തായ്ലൻഡാണെന്ന് തോന്നുന്നു. എവിടെയൊക്കെയോ ചൈന, തായ്ലൻഡ്, പട്ടായ അത് തന്നെ. പട്ടായ ആ സ്ഥലങ്ങളിലൊക്കെ, അതായത് നമ്മുടെ ഇവിടുത്തെ സാറന്മാരൊക്കെ പോയിരുന്നു പട്ടായയിൽ ടൂർ. അവിടെയൊക്കെ എന്താണ് ഈ പറയുന്ന കുഞ്ഞു പ്രാണികളെയാണ് ഭക്ഷണമാക്കി എടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കൊന്ന് ആലോചിക്കാൻ പറ്റുമോ പാറ്റേനെ പിടിച്ച് കഴിക്കുക എന്നുള്ളത്? ഇല്ല അല്ലേ. പക്ഷേ പല കൺട്രീസിലും എന്താണ് ഈ പറയുന്ന പ്രാണികളെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണ് അവരെ സംബന്ധിച്ച് ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നത് എന്താണ്? ഈ ഇൻസെക്റ്റിനെയാണ്. അത് ലോകത്തിന്റെ പല പ്രദേശങ്ങളും ജനങ്ങൾ പുൽച്ചാടി, അതുപോലെ തന്നെ പുഴു, വണ്ട്, തേള്,
ഉറുമ്പ് തുടങ്ങിയ പ്രാണികൾ എന്താണ് ഭക്ഷണത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഇവിടുത്തെ സാറന്മാർ പോയ സമയത്ത് എനിക്ക് തോന്നുന്നു പാറ്റയാണെന്ന് തോന്നുന്നു. പാറ്റ ഇതുപോലത്തെ ഒരു ഈർക്കിലിൽ ഇങ്ങനെ 2-3 5 കുത്തിയിട്ട് നമ്മുടെ ഇവിടെ ലോലിപോപ്പൊക്കെ കൊണ്ടു നടക്കില്ലടാ, അതുപോലെ ഇരുന്ന് കടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോസൊക്കെ ഇട്ട് സാറന്മാർ കഴിച്ചോന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്താണ് അവിടത്തേക്ക് ഭക്ഷണം കൂടിയാണ് നമ്മുടെ ഈ പറയുന്ന പ്രാണികൾ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ സ്മോൾ ഇൻസെക്ട് ആർ ദ എ ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആൻഡ് വിറ്റാമിൻസ്. അതായത് നമ്മൾ ഈ പറയുന്ന ആ പ്രാണികളെ കഴിക്കുന്ന ആൾക്കാരെ ഒന്നും മയ്യേ ഇവരെന്താണ് ചെയ്യുന്നത് അങ്ങനെയൊന്നും കൊച്ചാക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താണ് ഈ കുഞ്ഞു കുഞ്ഞു പ്രാണികളിലാണ് എന്തുള്ളത്, കുറേ അളവിൽ പ്രോട്ടീൻസ് ഉണ്ട്, വിറ്റാമിൻസ് ഉണ്ട്. അതാണ് കൊടുത്തിരിക്കുന്നത്. മാംസ്യം, ജീവങ്ങൾ തുടങ്ങിയ പോഷക ഗുണങ്ങളുള്ള നല്ല സ്രോതസ്സാണ് എന്ത് ഈ ചെറു പ്രാണികൾ അല്ലെങ്കിൽ സ്മോൾ ഇൻസെക്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചിലയിൽ മാംസ്യം ലഭിക്കുന്നതിനേക്കാൾ ഭക്ഷണത്തിനായി ഇവയെ വളർത്തുന്ന പല പ്രദേശങ്ങളുണ്ട്. അതായത് ഇത് ഭക്ഷണത്തിനായിട്ട് ഇവരെന്ത് ചെയ്യുന്ന വീട്ടിൽ കുറേ പാറ്റേനെ വളർത്തും, കുറേ പുൽച്ചാടീനെ വളർത്തും, അതുപോലെ തന്നെ കുറേ എന്താണ് വണ്ടിനെ വളർത്തും, തേളിനെയൊക്കെ വളർത്തും. എന്തിനാണ് അവർക്കൊരു ഭക്ഷണം കൂടി അല്ലേടാ. അപ്പോൾ അവരത് ഇങ്ങനെ വളർത്തുന്ന വീടുകളും എന്താണ് പല പ്രദേശങ്ങളിലായിട്ട് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ് നമ്മുടെ ഈ പറയുന്ന ചെറു പ്രാണികളുടെ ഗുണങ്ങളാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് കളർഫുൾ ഇൻസെക്ട്, വർണ്ണ ചിറകുകളുള്ള പ്രാണികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. കണ്ട, ചിത്രദശലഭം എന്നാ പറയുന്നത് കേട്ടോ. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. നല്ല ഭംഗിയിലെ ഫസ്റ്റ് ഇവിടെ എന്താണ് വൈറ്റ് ആണ്, പിന്നെ യെല്ലോ ആണ്, ഇവിടെ എന്തുണ്ട് റെഡ് കളർ ഉണ്ട്. ഓക്കെ, ഇനി പ്രിന്റഡ് ലേഡി എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് പൊങ്ങൽ മഞ്ഞക്കടുവ. കണ്ടോ, നല്ല മഞ്ഞ കളറായിട്ട് ഇരിക്കുക, നല്ല രസമുണ്ട് അല്ലേ, നല്ല ക്യൂട്ട് മഞ്ഞ. മിസ്സിന് മഞ്ഞ കളറും ഇഷ്ടമുണ്ട്, വൈറ്റും ഇഷ്ടമുണ്ട്, യെല്ലോ ഇഷ്ടമാണ്. ക്ലൗഡ്ലെസ് സൾഫർ എന്നാണ് അതിൻ്റെ പേര് പറയുന്നത് കേട്ടോ. ഇനി ബ്ലൂ മോർഫോ, നീലക്കടുവ എന്നാണ് പറയുന്നത്. എന്തൊരു ക്യൂട്ടായിട്ടൊന്ന് നോക്കി കാണിച്ചു കേട്ടോ. മിസ് ഒന്നും കൂടി ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം. ACS കണ്ടാടാ, നല്ല രസമില്ലേ, കണ്ടാ. അപ്പുറത്ത് നോക്കി, ഇതും നല്ല രസമുണ്ട് കാണാനായിട്ട്, കണ്ടോ, അടിപൊളി, സൂപ്പറായിട്ടുണ്ട് കാണാനായിട്ട്. അപ്പോൾ പലതരത്തിലുള്ള ചിത്രശലഭങ്ങൾ നമ്മുടെ നാട്ടിൽ സുലഭമാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് വരുന്നില്ലല്ലോ സാർ. ഓക്കെ, അപ്പോൾ നമ്മൾ കളർഫുൾ ഇൻസെക്റ്റിനെയൊക്കെ സൂം ചെയ്തിട്ടുള്ള ഭാഗമൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് പേരുകളൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി വേറെ കുറച്ചും കൂടി ഉണ്ട്. കണ്ട, ബ്ലാക്ക് ഷാഡോ ടെയിൽ ഉണ്ട്, അതുപോലെ തന്നെ മൊണാർക്ക് രാജശലഭം ഉണ്ട്, അതുപോലെ മോർണിംഗ് കോക്ക്, അതായത് ദുഃഖത്തിൻ്റെ പുതപ്പ് ശലഭം. കണ്ടോ, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ബട്ടർഫ്ലൈസ് ഉണ്ട്. നമ്മളെല്ലാത്തിനെയും അയ്യോ പൂമ്പാറ്റിന്നും ബട്ടർഫ്ലൈസ് എന്നൊക്കെ പറഞ്ഞ് ചെറുതാക്കരുത്, അവർക്ക് അടിപൊളി പേരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പേരൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഇനി നമ്മൾ ബട്ടർഫ്ലൈൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ സം ബട്ടർഫ്ലൈസ് ലേസ് എഗ് ഓൺ എ പർട്ടിക്കുലർ പ്ലാന്റ്. അതായത് ഈ പറയുന്ന ചിത്രശലഭങ്ങൾ ചിലതെന്താണ് ചില പ്രത്യേക പ്ലാന്റുകൾ മാത്രമാണ് മുട്ടയിടുന്നത്, അല്ലാതെ എല്ലാ സ്ഥലത്തും ചെന്നിട്ടൊന്നും അവർ മുട്ടയൊന്നും ഇടില്ല. അവർക്ക് എന്താണ് പ്രത്യേക തരം പ്ലാന്റ്സുകൾ ഉണ്ട്, ആ പ്ലാന്റ്സുകളിൽ ചെന്നാൽ മാത്രമാണ് അവർ മുട്ടയിടുന്നത്. അതാണ് കൊടുത്തിരിക്കുന്ന ചില ശലഭങ്ങൾ ചില പ്രത്യേക സസ്യങ്ങളിൽ മാത്രമാണ് മുട്ടയിടുന്നത്. ഈ ശലഭപ്പുഴുക്കളുടെ ഭക്ഷണം എന്താണ് ആ സസ്യത്തിന്റെ ഭാഗമാണ്, അവർ അവിടെ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, പട്ടനൂൽ പുഴുവിനെ കുറിച്ച് കേട്ടിട്ടില്ലേടാ, അതെന്താണ് മൾബറി ലീഫാണ് കഴിക്കുന്നത്, അത് മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ അവരെന്താണ് മൾബറി ലീഫ് തപ്പി പോകും, കാരണം അവിടെ മാത്രമേ അവർ മുട്ടയിടുള്ളൂ. കാരണം അവരുടെ ആ ലാർവയുടെ ഒക്കെ ഭക്ഷണം എന്താണ് ഈ മൾബറിയുടെ ലീവ്സ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ ചില ചിത്രശലഭങ്ങൾക്ക് ഇതുപോലെ ഡിമാൻഡ് ഉണ്ട്. അതായത് എല്ലാം കണ്ണി കണ്ടതൊന്നും വലിച്ചു വാരി അവർ കഴിക്കുകയൊന്നുമില്ല. അവർക്ക് ഈ പറയുന്ന മുട്ടയിടുന്നതിനും അവർക്ക് ഭക്ഷണമാക്കുന്നതിനും ചില സർട്ടീൻ ആയിരിക്കുന്ന പ്ലാന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ പർട്ടിക്കുലർ ആയിരിക്കുന്ന പ്ലാന്റ്സ് ഉണ്ട്. അവരവിടെ മാത്രമേ മുട്ടയിടുള്ളൂ, അത് മാത്രമേ കഴിക്കുകയുള്ളൂ. അപ്പം നമ്മൾ കണ്ടിട്ടില്ലേ, അതായത് ഞാൻ ചെറുപ്പത്തിലൊക്കെ ഞാൻ സവാള കഴിക്കില്ല അമ്മേ, അല്ലെങ്കിൽ ഞാൻ എന്താണ് ബീട്രൂട്ട് കഴിക്കില്ല, ക്യാരറ്റ് കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചിലതൊന്നും കഴിക്കില്ലായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചിത്രശലഭത്തിലും കുറേ ഡിമാൻഡുകളുണ്ട്. അവരെന്താണ് ആകെ ഒരു പ്ലാന്റേ കഴിക്കുക, ആ ഒരു പ്ലാന്റ് മാത്രമാണ് എന്ത് മുട്ടകൾ ഇടുള്ളൂ. അങ്ങനത്തെ കുറച്ച് ഡിമാൻഡുകളുള്ള ആൾക്കാരാണ് എന്താ ചിത്രശലഭം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ ശലഭങ്ങളുടെ നിലനിൽപ്പിനും തേൻ കുടിക്കുന്നതിനും ചില സസ്യങ്ങൾ ആവശ്യമാണ്. പിന്നെ ലാർവയ്ക്കും എന്താണ് ചില ഭക്ഷണത്തിന് ആവശ്യമായ സസ്യങ്ങൾ ഞാൻ പറഞ്ഞു കുറച്ച് ഡിമാൻഡുകളൊക്കെ ഉണ്ട് അവർക്ക്. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് ആ 2 തരം സസ്യങ്ങളുടെ ഉദ്യാനത്തിനെയാണ് എന്ത് വിളിക്കുന്നത്, ശലഭ ഉദ്യാനം എന്ന് വിളിക്കുന്നത് കേട്ടോ. ബട്ടർഫ്ലൈ ഗാർഡൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് കേട്ടോ. അതായത് ഈ പറയുന്ന ബട്ടർഫ്ലൈസ് നിലനിൽക്കാൻ വേണ്ടിയിട്ട് അതിന് തേൻ കുടിക്കണം അല്ലേ, തേൻ കുടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും അല്ല, ചില സസ്യങ്ങളുണ്ട്, ആ സസ്യങ്ങൾ അവർ എന്ത് ചെയ്യുന്നു വളർത്തുന്നുണ്ട്. അതുപോലെ ലാർവയ്ക്ക്, അതായത് ചിത്രശലഭത്തിന് കുട്ടീനെ വിളിക്കുന്ന പേരാണ് ലാർവ എന്നുള്ളത്. അപ്പോൾ ലാർവയ്ക്ക് ഭക്ഷണമായിട്ടുള്ള സസ്യങ്ങളെയും വളർത്തുന്ന, അല്ലെങ്കിൽ 2 തരം സസ്യങ്ങളുള്ള ഉദ്യാനത്തിനെയാണ് എന്ത് വിളിക്കുന്നത്, ശലഭ ഉദ്യാനം എന്ന് വിളിക്കുന്നത്, അല്ലെ ബട്ടർഫ്ലൈ ഗാർഡൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേടാ, സെറ്റ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഡെഫിനേഷൻ ഒന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ. ഓക്കെ, യെസ്. ഇനി നിശാശലഭങ്ങൾ അഥവാ മോത്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് രാത്രിയിൽ മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും, സന്ധ്യ കഴിയുമ്പോൾ ഇതുപോലെ കളറില്ലാത്ത ഒരു ചിത്രശലഭം വരുന്നു. ഓക്കെ, കളറില്ലാന്ന് വെച്ച് ഇതിനെ മാറ്റി നിർത്തരുത് കേട്ടോ. ഇതിൻ്റെ പേരാണ് നിശാശലഭങ്ങൾ അഥവാ മോത്സ് എന്ന് പറയുന്നത്. ഓക്കെ, രാത്രിയിൽ കാണപ്പെടുന്ന ശലഭങ്ങളെയാണ് നമ്മൾ എല്ലാത്തിനെയും, രാത്രി കാണുന്ന എല്ലാത്തിനെയും നമ്മൾ നിശാശലഭങ്ങൾ എന്നാണ് പറയുന്നത്. കളർഫുള്ളായ ബട്ടർഫ്ലൈസ് ഒന്നും ആ സമയത്ത് വരാറില്ല. ഈ ചിത്രശലഭങ്ങളെല്ലാം മിക്കതിനും വർണ്ണഭംഗി ഉണ്ടാവണം എന്നില്ല. നമുക്കറിയാം പലതരത്തിലുള്ള കളറുകളോ കാര്യങ്ങളോ ഉണ്ടാവണം എന്നില്ല, നോട്ട് കളർഫുൾ. ഓക്കെ, അതുപോലെ തന്നെ വർണ്ണഭംഗി
ഭംഗി ഉണ്ടാകില്ല. പക്ഷേ എന്താണ് ഇവർക്ക് തൂവൽ പോലുള്ള ചില എന്താണ് സ്പർശനികൾ ഉണ്ടാകാം. അതായത് ചില ഫെതേഴ്സ് ലൈക്ക് ആൻറ്റിന. ഓക്കെ, ഫെതേഴ്സ് ലൈക്ക് ആയിരിക്കുന്ന ആൻറ്റിന ഇവർക്ക് ഉണ്ടാവാനായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു തരം 1 മിനിറ്റ് കേട്ടോ, ഞാൻ ആൻറ്റിനെ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ. ഓക്കെ, അതായത് ഒരു ജസ്റ്റ് ഫെതേഴ്സ് ലൈക്ക് ആയിരിക്കുന്ന ഒരു ആൻറ്റിന അവർക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ചില തരത്തിലുള്ള നിശാശലഭങ്ങളുണ്ട്. അതിൽ നിന്നിട്ടാണ് എന്ത് കൊക്കൂൺ അഥവാ ഈ പറയുന്ന പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ വിചാരിക്കും കളർഫുൾ ആയിരിക്കുന്ന ബട്ടർഫ്ലൈസ് ആണ് ഏറ്റവും ഗുണമെന്ന്. അങ്ങനെയല്ലേടാ, നമ്മൾ പട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ആ പട്ടുനൂൽ പുഴു എന്താണ് ഈ നിശാശലഭത്തിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പം മിസ് ഒരു പ്രാവശ്യം കൂടി പറയാം. കളറുകളില്ലാത്ത ഏതെങ്കിലും ഒരു പൂമ്പാറ്റ തന്നിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? നിശാശലഭം അഥവാ മോത്സ് എഴുതണം. ഇവർക്ക് എന്താണ് രാത്രിയിലാണ് കാണപ്പെടുന്നത്. ഇവർ അങ്ങനെ കളറുകളൊന്നുമില്ല. പിന്നെ എന്താണ് ഇവർക്ക് തൂവൽ പോലെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഫെതേഴ്സ് പോലെ ഇരിക്കുന്ന ഒരു ആൻറ്റിന അല്ലെങ്കിൽ എന്താണ് ഒരു സ്പർശിനികളാണ് ഉള്ളത്. പിന്നെ എന്താണ് ഇവയുടെ ലാർവയാണ് എന്ത് കൊക്കൂണിൽ നിന്നിട്ടാണ് ഇവയുടെ ലാർവ എന്ന് പറയുന്ന കൊക്കൂണിൽ നിന്നിട്ടാണ് പട്ടുനൂൽ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്. ഓക്കെ അല്ലെ? സിൽക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്. ഇതാണ് നിശാശലഭം എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത് ബ്ലൂ ടൈഗർ മോത്ത്, വെങ്കണ നീലി എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഇതും എന്ത് തന്നെയാണ്? ഈ നിശാശലഭത്തിന് എക്സാമ്പിൾ ആണ്. കാരണം പകൽ നേരങ്ങളിൽ കാണുന്ന നീല നിറമുള്ള ശലഭമാണ്. പക്ഷെ എന്താണ് ഇത് പകൽ കാണുന്നെങ്കിലും ഇതിന് നീല നിറം ഉണ്ടെങ്കിലും ഇവരെന്തിൽ തന്നെയാണ് വരുന്നത്? നിശാശലഭത്തിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. കാരണം ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഒക്കെ നിശാശലഭത്തിന്റെ പോലെ അല്ലെങ്കിൽ മോത്സിന്റെ പോലെയാണ് ഇരിക്കുന്നത്. അതാണ് അതിന്റെ റീസൺ ആയിട്ട് വരുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ മിസ് പറയാം. ഈ ബ്ലൂ ടൈഗർ മോത്ത് ബ്ലൂ കളറാണ് ഉണ്ടെങ്കിലും എന്താണ് അത് ഈ പറയുന്ന നിശാശലഭം അല്ലെങ്കിൽ മോത്സ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിലാണ് പെടുത്തുന്നത്. ഇവർക്ക് കളർ ഉണ്ട്, ബ്ലൂ കളർ ഉണ്ട്. ഇവർ പകൽ നേരത്ത് കാണാനൊക്കെ സാധിക്കും. എന്നാൽ കൂടി എന്താണ് മറ്റു സവിശേഷതകളൊക്കെ നോക്കിക്കഴിയുമ്പോൾ ഇവരെന്താണ് ഈ പറയുന്ന നിശാശലഭം അല്ലെങ്കിൽ ഈ പറയുന്ന മോത്സിലാണ് വെങ്കണ നീലി എന്ന് പറയുന്ന ഈ ഒരു ചിത്രശലഭം ഉൾപ്പെടുന്നത്. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? പിന്നെ അതുപോലെ തന്നെ വെങ്കണ മരത്തിന്റെ ആ ഒരു ലീഫിലാണ് ഇവ മുട്ടയിടുന്നത് കേട്ടോ. അതുകൊണ്ടാണ് വെങ്കണ നീലി എന്നുള്ള പേര് വന്നത്. ഓക്കെ, നീലി എന്നുള്ള പേര് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. ചന്ദ്രയിലെ നീലിയില്ലേ? ആ നീലിയല്ലേ ഈ നീലി? ഇതെന്താണ്? വെങ്കണ മരത്തിൽ മുട്ടയിടുന്ന നീലിയാണ് വെങ്കണ നീലി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ബ്ലൂ ടൈഗർ മോത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് കളർഫുൾ ആയി ഇൻസെക്റ്റിൽ പെടുത്തുന്നു. പക്ഷെ അല്ല, ഇതെന്താ നിശാശലഭത്തിന് അല്ലെങ്കിൽ കളർ ഇല്ലാത്ത ചിത്രശലഭത്തിന്റെ ഫാമിലിയിലാണ് ബ്ലൂ ടൈഗർ മോത്ത് വരുന്നത്. ഓക്കെ, ഇനി എത്ര തരം ഉറുമ്പുകളെ നിങ്ങൾക്കറിയാം? നമുക്കറിയാം ഈ ഉറുമ്പ് എന്നെ കടിച്ചാൽ വേദനിക്കും, ഈ ഉറുമ്പ് അത്ര കടിക്കില്ല കേട്ടോ, ഈ ഉറുമ്പ് വലിയ കുഴപ്പമില്ല, പാവമാണ്, പടപടയിന്ന് പോകുന്ന ഉറുമ്പുകളാണ് എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ പേരുകൾ അറിയില്ലല്ലോ. അപ്പൊ നമുക്ക് കുറച്ച് ഉറുമ്പുകളുടെ പേര് നമുക്ക് പഠിച്ചു വെക്കാം. വെറുതെ ഉറുമ്പിനെ നമുക്ക് ഉറുമ്പ് എന്നൊക്കെ വിളിച്ച് അവരെ നാണം കെടുത്തതിന് പകരം അവർക്ക് കുറെ പേരുകളുണ്ടോ? നമുക്കൊക്കെ പേരില്ലേ? അതുപോലെ ഉറുമ്പുകൾക്കും പേരുകളുണ്ട്. അപ്പൊ അത് പഠിക്കാം. ചോണൻ ഉറുമ്പ്, യെല്ലോ ക്രൈസിയാൻഡ്, ഇത് നമുക്ക് അറിയാലേ. കുറേ പാട്ടുകളൊക്കെ ചോണൻ ഉറുമ്പിനെ കുറിച്ചുള്ളതാണ്. ഇനി ഓട്ടക്കാരൻ ഉറുമ്പ്, ഡ്രൈവർ ആൻഡ്. ഓക്കെ, ഓട്ടക്കാരൻ ഉറുമ്പ് അത് നല്ല പേരാണല്ലേ. ഇനി ഫയർ ആൻഡ്, തീ ഉറുമ്പ്. ഓക്കെ, അപ്പൊ 3 ഉറുമ്പുകളുടെ പേരൊന്നും പഠിച്ചു വെച്ചേക്കാം. എങ്ങാൻ ക്വസ്റ്റ്യൻ ചോദിച്ചാലോ സിമ്പിളായിട്ട് വെറുതെ മാർക്ക് കളയേണ്ട കാര്യമില്ല. സിമ്പിൾ ക്വസ്റ്റ്യൻ വെറുതെ മാർക്ക് കളയേണ്ടല്ലോ. അപ്പോൾ 3 എണ്ണത്തിൻ്റെ പേരൊന്ന് പഠിച്ചു വെച്ചേക്കാം. കാരണം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇനി ഡിവിഷൻ ഓഫ് ലേബർ, അതായത് ഉറുമ്പുകൾ. നമുക്ക് ഉറുമ്പുകൾ അറിയാം, പലതരത്തിലുള്ള ഉറുമ്പുകളുണ്ട്. ഇവരൊക്കെ ഒരുമിച്ച് എന്താണ് താമസിക്കുന്ന ആൾക്കാരാണ്. സമൂഹമായിട്ട് നമ്മുടെ ഈ പറഞ്ഞ ജോയിൻറ്റ് ഫാമിലി എന്ന് വെച്ചാൽ വല്ലാത്തൊരു ജോയിൻറ്റ് ഫാമിലിയിൽ താമസിക്കുന്ന ആൾക്കാരാണ് ഉറുമ്പ് എന്ന് വെച്ചാൽ. സമൂഹമായി കഴിയുന്ന ജീവികളാണ് ഉറുമ്പുകൾ. മുട്ടയിടുക, ഭക്ഷണം ശേഖരിക്കുക, ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുക എന്നിവ ജോലികളൊക്കെ എന്താണ് വ്യത്യസ്ത വിഭാഗത്തിലുള്ള ഉറുമ്പുകൾ ഒരു കൂട്ടമായിട്ടാണ് ചെയ്യുന്നത് അല്ലേ. അതായത് ഭക്ഷണം തേടാനായിട്ട് ഇവർ ഒരുമിച്ച് കുറച്ച് പേര് പോകുന്നു. അതുപോലെ തന്നെ എന്താണ് മുട്ടയിടാനായിട്ട് കുറച്ച് പേര് അങ്ങോട്ട് പോകുന്നു. പിന്നെ ഭക്ഷണം ശേഖരിക്കുക, പിന്നെ അതുപോലെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാനൊക്കെ സമയത്തൊക്കെ ഇവരെല്ലാം ഒരുമിച്ചാണ് താമസിക്കുന്നത്. ഓക്കെ, ഒരുമിച്ച് താമസിച്ച് ഒരുമിച്ച് നിന്നിട്ടൊക്കെയാണ് അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വ്യത്യസ്ത ഇനം ഉറുമ്പുകളും വിഭാഗത്തിലുള്ള ഉറുമ്പുകളൊക്കെ എല്ലാവരൊക്കെ ഈ കാര്യം വരുമ്പോഴൊക്കെ ഒരുമിച്ചൊക്കെ കാണാറുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ചിറകുകളുള്ള ഉറുമ്പുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഉറുമ്പുകൾ അവരുടെ റീപ്രൊഡക്ഷൻ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് എന്താണ്? ഈ പറയുന്ന ചിറകുകളുള്ള ആൺ ഉറുമ്പുകളായിട്ടും പെണ്ണുറുമ്പുകളായിട്ടാണ്. എന്നിട്ട് ഈ ചിറകുകൾ ഉപയോഗിച്ചിട്ടാണ് മറ്റ് ഇണയെ തിരഞ്ഞിട്ട് അവർ പോകുന്നത്. എന്നിട്ട് അവിടെ റീപ്രൊഡക്ഷൻ നടത്തിയതിന് ശേഷം അപ്പോൾ തന്നെ അവരുടെ ചിറകുകൾ മാറും. അതിനുശേഷം വീണ്ടും അവിടെ റീപ്രൊഡക്ഷൻ നടത്തിയതിന് ശേഷം വീണ്ടും എന്താണ് അവർക്ക് വീണ്ടും ചിറകുകൾ മുളച്ച് വീണ്ടും അടുത്തിലേക്ക് പോകുന്നു. അങ്ങനെയാണ് ഈ പറയുന്ന ഉറുമ്പുകൾക്ക് ചിറകുകൾ ഉണ്ടാവുന്നത്. ഓക്കെ, അതായത് പ്രത്യുൽപാദന ധർമ്മം നിർവഹിച്ചതിന് ശേഷം ആണായാലും പെണ്ണായാലും ഉറുമ്പുകൾ എന്താണ് കൂട്ടിൽ നിന്ന് മുളച്ചിട്ടാണ് പുറത്തേക്ക് വരുന്നത്. അതിനുശേഷം എന്താണ് അവ മറ്റൊരു കൂട്ടിലെ ആണിനെയോ അല്ലെങ്കിൽ പെണ്ണുറുമ്പുകളെ തേടിയിട്ട് ഇണചേരുകയും പിന്നീട് എന്താണ് പുതിയ കൂടുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് ഈ പറയുന്ന വിങ്സ് അല്ലെങ്കിൽ ചിറകുകൾ വരുന്നത്. ഒരു പ്രാവശ്യം കൂടി പറയാം. മെയിൽ ആൻഡ് ഫീമെയിൽ ആൻഡ്സ് that have performed the reproductive function came out their colonies with wings. അതായത് ഇവർ പ്രത്യുൽപാദന ധർമ്മം നിർവഹിച്ചതിന് ശേഷം ആണുറുമ്പുകളായാലും പെണ്ണുറുമ്പുകളായാലും എന്താണ് ആ കൂട്ടിൽ നിന്ന് ചിറകുകൾ മുളച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. പിന്നീട് എന്താണ്
ഒരു വെവ്വേറെ, അതായത് ആൺ ഉറുമ്പാണെങ്കിൽ വേറെ പെണ്ണുറുമ്പികളെ കൂട് നോക്കിയിട്ട് പോകും. ഇനി മറ്റേതാണെങ്കിൽ എന്താ ഓപ്പോസിറ്റ് ആയിരിക്കുന്ന ആ ഉറുമ്പിൻ്റെ കൂട് നോക്കിയിട്ട് പോയിട്ട് അവിടെ ചെന്നിട്ട് അവർ വീണ്ടും ഇണചേരുകയും പുതിയ കൂടുണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ടൈമിലാണ് എപ്പോഴാണ് ചിറകുകൾ മുളക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീപ്രൊഡക്ഷൻ ആ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ആൺ ഉറുമ്പിനായാലും പെണ്ണുറുമ്പിനായാലും ചിറകുകൾ മുളയ്ക്കുന്നത്. ഓക്കെ അല്ലേ? അത് മനസ്സിലായില്ല? അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അതും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി സമൂഹമായി ജീവിക്കുന്ന മറ്റേതെല്ലാം ജീവികൾ, ഉറുമ്പുകൾ പറഞ്ഞിരുന്നു നമ്മളെല്ലാം ജോയിന്റ് ഫാമിലി, അതിൻ്റെ ജോയിന്റ് ഫാമിലി എല്ലാം കൂടി കൂടിയിട്ടാണ് ഉറുമ്പുകൾ താമസിക്കുന്നത്. അങ്ങനെ താമസിക്കുന്ന വേറെ ഏതെങ്കിലും ജീവജാലങ്ങൾക്ക് ഉദാഹരണം പറയാൻ പറ്റുമോ? ഏതൊക്കെയാണ്? ചിതല്, ടെർമൈറ്റ്, അതുപോലെ ഹണി ബി, ഇതൊക്കെ എന്താണ്? അവരും എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്ന കൂട്ടരാണ്, അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരല്ല. അതിപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഫിഷസ് ആണ് കേട്ടോ. ഫിഷസ് എന്ന് വെച്ചാൽ മുട്ട വിരിഞ്ഞിട്ടാണ് മത്സ്യക്കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്. ഓക്കെ, അതറിയാലോ. ഫിഷസ് എന്താണ്? ഓഫ്സ്പ്രിങ് ഓഫ് ഫിഷസ് ആർ ഹാച്ച്ഡ് ഫ്രം ദ എഗ്സ്, അതായത് മുട്ട വിരിഞ്ഞ് മത്സ്യക്കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇനി നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു സംഭവമാണ് ഊത്തക്കയറ്റം. ഓക്കെ, ബ്രീഡിംഗ് റൺ എന്ന് പറയും. കേട്ടിട്ടുണ്ടോ ആ പേര്? അതായത് ആ സമയത്ത് പറയും ആരും മത്സ്യങ്ങളെ പിടിക്കാനായിട്ട് പോകരുതെന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ ജൂൺ മാസത്തിൽ അല്ലെങ്കിൽ കാലവർഷം മഴ എത്തുന്ന സമയത്ത് ഇവരുടെ പ്രജനനം കൂടുതലായിട്ട് നടത്തുന്നതായിട്ട് മത്സ്യങ്ങൾ കൂട്ടമായിട്ട് എന്താണ് അവരുടെ കൈത്തോടുകളിലേക്കും അതുപോലെ വയലുകളിലേക്കും ചെറിയ തടാകങ്ങളിലേക്കും കായലുകളിലേക്കൊക്കെ എന്താണ് ഒരു യാത്ര നടത്തും. അതിനെയാണ് ഈ ഊത്തക്കയറ്റം അല്ലെങ്കിൽ ഈ പറയുന്ന ഫ്ലഡ് പ്ലെയിൻ റൺ എന്ന് പറയുന്നത്, ബ്രീഡിംഗ് റൺ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് എന്താണ് മുട്ടയിടുന്നതിനായിട്ട് മത്സ്യങ്ങൾ ദേശാടനം നടത്തുകയും ചെയ്യുന്നത്. അപ്പോൾ അവയെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മത്സ്യസമ്പത്ത് ഭയങ്കരമായിട്ട് കുറയാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ആ സമയത്ത് എന്താ മീനിനെ പിടിക്കരുതെന്ന് പറയുന്നത്. ഗവൺമെൻറ് തന്നെ പറയും ഈ സമയത്ത് ബ്രീഡിംഗ് ടൈം ആണ്, അപ്പോൾ ആരും എന്താണ് മത്സ്യങ്ങളെ പിടിക്കരുതെന്നുള്ള പറയും. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി പറയാം, ജൂൺ മാസമൊക്കെ ആകുമ്പോൾ കാലവർഷമൊക്കെ തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഈ മീനുകളെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? മൈഗ്രേഷൻ നടത്തുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? എങ്ങോട്ടേക്കാണ്? അതായത് സ്മോൾ ലേക്സിലേക്ക്, ബാക്ക് വാട്ടേഴ്സിലേക്ക്, അതിനൊക്കെ വേണ്ടിയിട്ട് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവർ യാത്ര നടത്തുന്നുണ്ട്. ഈ യാത്രയാണ് നമ്മൾ ഈ ഊത്തക്കയറ്റം എന്ന് പറയുന്നത്. ഈ സമയത്ത് മുട്ടയിടുന്നതിനായിട്ട് മത്സ്യങ്ങൾ ദേശാടനം നടത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവയെ പിടിക്കുന്നത് വഴി എന്താണ് മത്സ്യസമ്പത്ത് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ സമയത്ത് മത്സ്യങ്ങളെ പിടിക്കരുതെന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ വരെ മിസ് എടുക്കുന്നുള്ള ആംഫിബിയൻസിൻ്റെ ക്ലാസ് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ വളരെ ചെറിയ ടോപ്പിക്സ് ആണ്, പക്ഷെ അത്യാവശ്യം പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും നന്നായി പഠിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണും വരെ ടാറ്റാ ബൈ, സീ യു.